എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ചന്ദ്രയാൻ 3 പറ്റി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചന്ദ്രയാൻ എന്തിനിങ്ങനെ ഭൂമിയിൽ ഇത്രയധികം ചുറ്റൽ ചുറ്റിയ ശേഷം മാത്രം ചന്ദ്രനിലേക്ക് പോയി? അവിടെ ചെന്ന ശേഷവും ഇത്രയധികം ദിവസങ്ങൾ എന്തുകൊണ്ട് ലാൻഡ് ചെയ്യാൻ എടുക്കുന്നു? അതായത് 1969 നീൽ ആംസ്ട്രോങ് പോയ സ്പേസ് ക്രാഫ്റ്റ് പോലും വെറും 4 ദിവസം കൊണ്ട് അവിടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തെങ്കിൽ പിന്നെ ചന്ദ്രയാൻ എന്തുകൊണ്ട് 40 ദിവസം എടുക്കുന്നു? അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വിശദമായും പിന്നെ ചന്ദ്രയാൻ പേടകത്തെക്കുറിച്ചും അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച LVM-3 റോക്കറ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളും പറയാം. അപ്പോ തുടങ്ങാം. ചന്ദ്രയാൻ 3 കൊണ്ട് ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് കുതിക്കുന്ന റോക്കറ്റ് ഇതാണ്. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV മാർക്ക് 3 എന്ന ഇന്ത്യയുടെ ട്രസ്റ്റഡ് പടക്കുതിരയെ ഇപ്പൊ വിളിക്കുന്നത് LVM-3 എന്നാണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അതിന്റെ 4ാമത്തെ മിഷനാണ്. അതാണ് M4. 43.5 മീറ്റർ ഉയരമുണ്ട് ഇതിന്. അതായത് ഏതാണ്ടൊരു 14 നില കെട്ടിടത്തിന്റെ ഉയരം. 642 ടണ്ണാണ് ഭാരം ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ. പിന്നെ ഇന്ധനം ഉപയോഗിക്കുന്ന അനുസരിച്ച് വെയിറ്റ് കുറയും. അത്രയധികം ഇന്ധനം കൊണ്ടാണ് യാത്ര തുടങ്ങുന്നത്. മെയിനായിട്ട് 5 ഭാഗങ്ങളാണ് ഈ റോക്കറ്റ്. ഇത് രണ്ടും സ്ട്രാപ്പ് ഓൺ മോട്ടോഴ്സ് എന്ന് പറയും. മെയിൻ റോക്കറ്റ് ബോഡിയോട് ടെമ്പററി ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കും പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റോക്കറ്റ് ബൂസ്റ്റേഴ്സ് എന്നും പറയും. പേര് S-200. 26.2 മീറ്റർ ഉയരം, 3.2 മീറ്റർ ഡയ അഥവാ വീതി. സോളിഡ് ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നത്. അതായത് സാധാരണ പോലെ ലിക്വിഡോ ഗ്യാസോ അല്ലാതെ സോളിഡ് രൂപത്തിലുള്ള ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ പൗഡർ രൂപത്തിലോ ഫ്ലേക്സ് പോലെയോ ഒക്കെയാണ് ഇതിന്റെ ഫ്യൂവൽ ഇരിക്കുക. HTPB എന്ന് ചുരുക്കി പറയുന്ന ഹൈഡ്രോക്സിൽ ടെർമിനേറ്റഡ് പോളിബ്യൂട്ടാഡീൻ ആണ് ഈ സോളിഡ് ഫ്യൂവൽ. ഓരോ സ്ട്രാപ്പോണിലും 204 ടണ്ണിന്റെ HTPB ഫ്യൂവൽ ആണ് ഉള്ളത്. എന്തുമാത്രം ഫ്യൂവൽ കത്തിച്ചാണ് ഇത് മുകളിലേക്ക് പോകുന്നത് എന്നതിന്റെ ഒരു ചെറിയ ഹിന്റാണിത്. S-200 S സോളിഡ് സ്റ്റേജ് എന്ന് സൂചിപ്പിക്കാനാണ്. ഈ മെയിൻ ബോഡിയിലെ താഴത്തെ ഭാഗത്തിന് കോർ സ്റ്റേജ് എന്ന് പറയും. പേര് L-110. 21.4 മീറ്റർ ഉയരം, 4 മീറ്റർ വീതി. ലിക്വിഡ് ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നത്. അതിലെ L അത് തന്നെയാണ്. 115.8 ടൺ ഫ്യൂവൽ. അതിന് മുകളിലെ ഭാഗമാണ് ചന്ദ്രയാനെ ഹോൾഡ് ചെയ്യുന്നത്. അതിന് ചുറ്റും ഇങ്ങനെ 2 പീസസായി 2 വശത്തേക്ക് മാറ്റാവുന്ന ഒരു കവറിംഗ് ആണ് സുരക്ഷ ഒരുക്കുന്നത്. ഇങ്ങനെ റോക്കറ്റ് കൊണ്ടുപോകുന്ന എന്തുതരം ഉപഗ്രഹങ്ങളെയും ഉപകരണങ്ങളെയും പേലോഡ് എന്നാണ് പറയുക. അപ്പൊ ഈ കവറിങ്ങിന് പേലോഡ് ഫെയറിംഗ് എന്നാണ് പറയുക. പേലോഡ് വച്ചിരിക്കുന്ന ഈ റോക്കറ്റ് ഭാഗത്തിന് അപ്പർ സ്റ്റേജ് എന്ന് പറയും. C-25 എന്നാണ് പേര്. പണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന പിന്നെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിനാണ് ഇതിന് പവർ നൽകുന്നത്. 28.6 ടൺ ഫ്യൂൽ ഉണ്ട് ഇതിൽ. 13.5 മീറ്റർ ഉയരം, 4 മീറ്റർ ഡയ. അങ്ങനെ വലിയൊരു സംഭവമാണ് LVM-3. ഇതിനെന്ത് വില വരുമെന്നറിയോ? അവരിത് വിൽക്കാത്തതുകൊണ്ട് വില അറിയില്ല. പക്ഷെ ഒരെണ്ണം നിർമ്മിച്ച് വിക്ഷേപിക്കുന്നതിന് 500 കോടി രൂപയാണ് ചെലവ്. അപ്പോൾ ചന്ദ്രയാൻ 3 പേടകത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. 2 ഭാഗമാണ്. താഴത്തേത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയും. മുകളിലേതാണ് ചന്ദ്രനിലിറങ്ങുന്ന ശരിക്കുള്ള ചന്ദ്രയാൻ 3 ലാൻഡർ. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ചന്ദ്രയാൻ ലാൻഡർ ഭാഗത്തെ ഭൂമിക്ക് അടുത്ത് നിന്ന് ചന്ദ്രൻ ഏതാണ്ട് 150 കിലോമീറ്റർ അടുത്ത് വരെ എത്തിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയ ജോലികളുള്ളത് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനാണ്. ഇതിന്റെ ഇന്ധനം കൂടാതെയുള്ള ഭാരം 449 kg ആണ്. 1696 kg ഇന്ധനവും. ഇപ്പൊ ടോട്ടൽ ഭാരം 2145 kg. ഷെയ്പ്പ് എന്ന് ചുരുക്കി പറയുന്ന ഒരു പരീക്ഷണ പേലോഡ് ഇതിലുണ്ട്. ചന്ദ്രയാൻ ലാൻഡറിലാണ് പ്രധാന പരീക്ഷണ ഉപകരണങ്ങളെല്ലാം. രംഭ, ചെയ്സ്റ്റ്, ഇൽസ എന്നീ 3 സംഗതികൾ അതിലാണ്. പിന്നെ ചന്ദ്രന്റെ സർഫസിൽ ഓടി നടന്ന് സാമ്പിൾ ശേഖരിച്ച് ടെസ്റ്റുകൾ നടത്താനുള്ള റോവർ ഇതിനുള്ളിലാണ്. അതിലുള്ള പേലോഡ്സ് ഇത് രണ്ടുമാണ്, APXS-ഉം ലിപ്സും. ലാൻഡറിന്റെ റോവറും ഫ്യൂവലും ഉൾപ്പെടെയുള്ള ടോട്ടൽ വെയിറ്റ് 1750 kg ആണ്. റോവറിന്റെ വെയിറ്റ് 26 kg. അപ്പോൾ LVM-3 M4 റോക്കറ്റ് ചന്ദ്രയാൻ 3 എന്ന VIP-യുമായി മുകളിലേക്ക് വരാൻ തയ്യാറാണ്. S-200 ആണ് ആദ്യഘട്ടം പ്രവർത്തിക്കുന്നത്. റോക്കറ്റ് യാത്ര തുടങ്ങി 1 മിനിറ്റും 48 സെക്കൻഡ്സും ഒപ്പം 44 കിലോമീറ്ററും ആകുമ്പോൾ L-110 കോർ സ്റ്റേജ് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോഴത്തെ വേഗത സെക്കൻഡിൽ 1.79 കിലോമീറ്റർ എന്ന നിലയിലാണ്. നമുക്ക് മനസ്സിലാവുന്ന കിലോമീറ്റർ പെർ അവറിലാക്കുമ്പോൾ മണിക്കൂറിൽ ഏതാണ്ട് 6450 കിലോമീറ്റർ സ്പീഡിൽ. 19 സെക്കൻഡുകൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് 62 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ 2 S-200 റോക്കറ്റ് ബൂസ്റ്ററുകളും അവരുടെ ജോലി പൂർത്തിയാക്കി കോർ സ്റ്റേജിൽ നിന്ന് വേർപെടും. അടുത്ത 1 മിനിറ്റും 7 സെക്കൻഡും കൂടി കഴിയുമ്പോൾ 114.8 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ചന്ദ്രയാനെ സംരക്ഷിച്ചിരുന്ന കവചം പേലോഡ് ഫെയറിംഗ് പിരിഞ്ഞു മാറുന്നു. 100 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ അന്തരീക്ഷത്തിന്റെ പ്രശ്നങ്ങളൊന്നും ചന്ദ്രയാനെ ബാധിക്കാനില്ല. നമ്മുടെ അന്തരീക്ഷത്തിന്റെ പ്രധാന ഭാഗം 100 കിലോമീറ്റർ വരെയാണല്ലോ. 5 മിനിറ്റ് L-110 പ്രവർത്തിച്ചു കഴിയുമ്പോൾ റോക്കറ്റ് ഭൂമിയിൽ നിന്ന് 175 കിലോമീറ്റർ ഉയരത്തിലും
4.6 km/s സ്പീഡിലുമാവും. 16,500 km/h സ്പീഡിൽ. ഇപ്പോൾ ഏതാണ്ട് ഭൂമിക്ക് സമാന്തരമായിട്ടാണ് റോക്കറ്റിന്റെ യാത്ര. കാരണം ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന പാർക്കിംഗ് ഓർബിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചു സമയം ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുന്നതിന് പകരം റോക്കറ്റ് ഭൂമിക്ക് ഏതാണ്ട് സമാന്തരമായിട്ട് തന്നെ ഭൂമിയെ ചുറ്റി യാത്ര ചെയ്യും. എന്നിട്ട് വേണ്ട വേഗത്തിൽ എത്തിയിട്ട് മാത്രമേ 36,500 km ദൂരത്തേക്ക് പോകാൻ കഴിയൂ. ഇതൊരു ഓവൽ ഷേപ്പിലുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അടുത്ത ദൂരം അതിന് പെരിജി എന്ന് പറയും, അത് 170 കിലോമീറ്ററും. ഏറ്റവും കൂടിയ ദൂരം അതിന് ആപ്പജി എന്ന് പറയും, അത് 36,500 കിലോമീറ്ററും ആയ ഓർബിറ്റാണ് ഈ പാർക്കിംഗ് ഓർബിറ്റ് അല്ലെങ്കിൽ GTO. ഇങ്ങനൊരു ഓർബിറ്റിന്റെ കാരണം എന്താണെന്ന് അല്പം കഴിഞ്ഞ് വിശദീകരിക്കാം. ഇവിടെ എത്തിച്ച് L1 ടൺ റിട്ടയർ ചെയ്യും. 2 സെക്കൻഡിന്റെ ഗ്യാപ്പിൽ C-25 ക്രയോജനിക് റോക്കറ്റ് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഈ ക്രയോജനിക് എഞ്ചിനാണ് 36,500 കിലോമീറ്റർ അകലെ വരെ പോകുന്ന ഓർബിറ്റിലേക്ക് അതിന് വേണ്ട സ്പീഡിലേക്ക് ചന്ദ്രയാനെ എത്തിക്കുന്നത്. അടുത്ത ഒരു 11 മിനിറ്റോളം ഉള്ള യാത്രയ്ക്കൊടുവിൽ ഈ C-25 ആ വേഗതയിൽ ചന്ദ്രയാനെ എത്തിക്കും. 4.6 km/s നിന്ന് 10.2 km/s വേഗതയിൽ. 16,500 km/h നിന്ന് 36,800 km/h സ്പീഡിലേക്ക്. 36,500 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകാനുള്ള സ്പീഡായിട്ടുണ്ട്. C-25ഉം ചന്ദ്രയാനോട് യാത്ര പറയും. ചന്ദ്രയാനിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ കൺട്രോൾ സ്വയം ഏറ്റെടുക്കും. അത് ചന്ദ്രയാൻ ലാൻഡറിനെയും കൊണ്ട് ഭൂമിയെ വിട്ട് യാത്ര തുടങ്ങും. പക്ഷേ ആ യാത്ര 36,500 കിലോമീറ്റർ അകലെ അവസാനിക്കും. തിരികെ ഭൂമിയിലേക്ക് തന്നെ വരും. C-25 ഉണ്ടാക്കി വെച്ച സ്പീഡ് നിലനിർത്താനോ കൂട്ടാനോ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് അകലും തോറും അതിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞ് നേരത്തെ കണക്കുകൂട്ടിയിരുന്ന 36,500 കിലോമീറ്റർ എത്തുമ്പോൾ അത് തിരികെ ഭൂമിയിലേക്ക് വീഴും. എന്നാലും ഭൂമിയുടെ നേർക്കല്ല, അതൊരു ഓർബിറ്റിലാണ്. ചന്ദ്രയാന് ഭൂമിയുടെ ആകർഷണം വിട്ട് പുറത്തേക്ക് ഔട്ടർ സ്പേസിലേക്ക് പോകാനുള്ള വേഗത ആയിട്ടില്ലായിരുന്നു. അതിനേതാണ്ട് 40,300 km/h സ്പീഡ് വേണം. 11.2 km/s. എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് അതിന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് ഇല്ല. അതിനുള്ള ഫ്യൂലും കൂടി വെച്ചാൽ അതിന്റെ ഭാരം ഇനിയും കൂടും. അങ്ങനെയായാൽ നമ്മുടെ റോക്കറ്റിന് അതിനെ ഇവിടെ വരെ പോലും എത്തിക്കാനും കഴിയില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോലും എസ്കേപ്പ് വെലോസിറ്റിയിൽ ചന്ദ്രയാനെ എത്തിക്കാനുള്ള ശക്തി നമ്മുടെ റോക്കറ്റിനും ഇല്ല. ഇതിലും പവർ കൂടിയ റോക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഇതിലും വലിയ റോക്കറ്റ് എഞ്ചിൻസ് വേണം. കത്തിക്കാൻ ഇനിയും ടൺ കണക്കിന് കൂടുതൽ ഫ്യൂലും വേണം. ആ ഫ്യൂല് താങ്ങാനും അതും കൂടി കൊണ്ട് കുതിക്കാനും വീണ്ടും പവർ കൂടുതൽ വേണം. ചിലപ്പോൾ ഇതിന്റെ ഇരട്ടി വലുപ്പമുള്ള റോക്കറ്റ് വേണ്ടി വന്നേക്കാം. വലുതുണ്ടാക്കാനുള്ള ടെക്നോളജിയുടെ കുറവല്ല, അതിനുള്ള ചെലവാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മുടെ LVM-3 റോക്കറ്റിന്റെ ഒരു തവണത്തെ നിർമ്മാണ വിക്ഷേപണ ചെലവ് 500 കോടി രൂപയാണെന്ന് നേരത്തെ പറഞ്ഞു. ചന്ദ്രയാൻ ദൗത്യം മൊത്തത്തിൽ 615 കോടിയും. ഇത് തന്നെ നമ്മുടെ രാജ്യത്തെ സ്ഥിതി വെച്ച് വളരെ വലിയ തുകയാണ്. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ 11 മിഷന്റെ റോക്കറ്റ് സാറ്റേൺ 5 ആയിരുന്നു. ആ റോക്കറ്റിന്റെ മാത്രം ഒരു തവണത്തെ ഉൽപാദന വിക്ഷേപണ ചെലവ് ഇന്നത്തെ വാല്യൂവിൽ $1.23 ബില്യൺ ആയിരുന്നു. അത് രൂപയിൽ എത്രയെന്ന് ഗൂഗിൾ ചെയ്ത ഞാൻ ഞെട്ടിപ്പോയി. 10,000 കോടി രൂപ. നമ്മുടെ LVM-3യുടേത് ആ സ്ഥാനത്ത് വളരെ ചെറിയ തുകയായി തോന്നും. LVM-3 43 മീറ്റർ ഉയരവും 4 മീറ്റർ വീതിയും ഉള്ളതാണെങ്കിൽ സാറ്റേൺ 5ന്റെ ഉയരം 111 മീറ്ററോളവും ഡയമീറ്റർ 10 മീറ്ററും ആയിരുന്നു. വെയിറ്റ് നമ്മുടേത് 642 ടൺ ആണെങ്കിൽ അത് 2,822 ടണ്ണും. പക്ഷെ അവർ 4 ദിവസം കൊണ്ട് ചന്ദ്രനിലെത്തി, നമ്മൾ 40 ദിവസം കൊണ്ട്. അതായത് ചന്ദ്രയാൻ നേരെ ചന്ദ്രനിലേക്ക് പോകാത്തതിന്റെ കാരണം അതിനുവേണ്ട ശക്തിയുള്ള ഒരു റോക്കറ്റ് നമുക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ കുറവുകളെല്ലാം വെച്ചും ഈ കുറഞ്ഞ ചെലവിലും നമ്മൾ ചന്ദ്രനിലെത്തും. പക്ഷെ പതിയെ പോയാൽ എത്തില്ല എന്ന് മനസ്സിലായല്ലോ. ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അതിവേഗത കൂടിയേ തീരൂ. പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ ഇന്ധനവും ഇല്ല. നമ്മുടെ സ്ട്രാറ്റജി മറ്റൊന്നാണ്. നമ്മൾ ആശ്രയിക്കുന്നത് ഓബർത്ത് ഇഫക്റ്റ് എന്ന സംഗതിയെയാണ്. ഭൂമിയുടെ ആകർഷണമാണ് നമ്മളെ ഇവിടം വിട്ട് പോകാൻ അനുവദിക്കാത്ത വില്ലനെങ്കിൽ ആ വില്ലന്റെ ശക്തി തന്നെ നമ്മൾ ആശ്രയിക്കുകയാണ് നമ്മുടെ ചന്ദ്രയാൻ സ്പേസ് ക്രാഫ്റ്റിന്റെ വേഗത കൂട്ടാൻ. ഓബർത്ത് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒരു ഗ്രാവിറ്റേഷണൽ വെല്ലിലേക്ക്, ഒരു ഗുരുത്വാകർഷണ കിണറിലേക്ക് വീഴുന്നു. അങ്ങനെ വീഴുമ്പോൾ അതിന്റെ വേഗത കൂടി വരും എന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകാവുന്ന മാക്സിമം സ്പീഡിന് അടുത്തെത്തുമ്പോൾ അതിലെ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് വീണ്ടും വേഗത കൂട്ടുക. അങ്ങനെ നോർമൽ കേസിൽ ഈ ഗ്രാവിറ്റേഷണൽ പവറിന്റെ പിന്നീന്നുള്ള വലി കാരണം വളരെ കൂടുതൽ ഇന്ധനം കത്തിച്ച് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന വേഗത അതേ ഗ്രാവിറ്റിയുടെ മുന്നിൽ നിന്നുള്ള വലി കാരണം വളരെ കുറച്ച് മാത്രം ഫ്യൂൽ ചെലവാക്കി നേടിയെടുക്കാൻ കഴിയും. അതാണ് ഓബർത്ത് ഇഫക്റ്റ്. 1927 ഇത് ആദ്യം വിശദീകരിച്ച ഹെർമാൻ ഓബർത്തിന്റെ പേരാണ് ഇതിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ റോഡിൽ ചെയ്യാറുണ്ട്, മെയിനായിട്ടും ബസും ലോറിയും ഒക്കെ. ഒരു ഇറക്കം കഴിഞ്ഞ് അടുത്ത് കയറ്റമാണെങ്കിൽ
ഇറക്കത്തിൽ വച്ച് ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് മാക്സിമം സ്പീഡ് ഉണ്ടാക്കി